എനിക്ക് ജെറൂസലമിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ പ്രധാന പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഈശോമിശിഹാ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് സ്തോത്രം ചെയ്യുന്നു. എങ്കിലും അവിടുന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആശയോടനയിച്ചു എൻ്റെ ഇതം ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു കുരിശാൽ രക്ഷിച്ചു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചിത്ത അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശ്വരന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം മാർക്ക് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരും. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിന് നാലു കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പോട്ടെ, കുറച്ചുകൂടി പോടാ, പോടാ 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 പോടാ. മതി മതി. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഈ കുരിശോടും കൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തമല്ല. എന്നെ തന്നെ വിശ്വസിച്ച് ഞാൻ അങ്ങനെ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴല്ല എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ
അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിവനെ പോലണമേ, അവിടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സമുദ്രനെ പോലെ ഭൂമിയിലുമാകണമേ. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുഖസ്നാനങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇപ്പോഴും ഞങ്ങളുടെ വരുന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവ് എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൈകാലുകൾ കുഴഞ്ഞു നാഥന്റെ തിരുമേനിലമർന്നു. അവൻ്റെ വണ്ടിയെ ഒരു പോക്കിനങ്ങനെ പോകാനേ പറ്റുള്ള. കുഴപ്പമില്ല, നീ നോക്കിയിട്ട് പോന്നാൽ മതി. ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞിട്ടുണ്ട്. സമുദ്രനെ പോലെ ഭൂമിയിലുമാകണമേ. സ്ത്രീകളിൽ സമയത്തും എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണം. കുരിശിൽ കീടന്നു ജീവൻ സൂര്യൻ മറഞ്ഞിരുന്നു നാടെങ്ങും അന്ധകാരം തീരഞ്ഞു. നരികൾ കുരങ്ങുവാനളയുന്നു പറവയ്ക്ക് രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവർക്ക് അവർ കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് യാകും. ഞാനും ഒരു ദിവസം മരിക്കും, അന്ന് അങ്ങേപ്പോലെ ഇപ്രകാരം അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവ് എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അരുമസൂതന്റെ മലയാളി പോലെ അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്ന് പിന്നിട്ടു നാഥൻ
അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വം അറിയുന്നു. മാമോദിസ വഴിയായി ഞങ്ങളും ണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കാൻ പോലെ ഞങ്ങളുടെ സ്വയം വസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൻ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രക്ഷപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ചിന്തിരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെ ഗമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയാകട്ടെ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പൂർണ്ണ മനസ്സറിയുകയും പാപങ്ങൾക്ക് ഞാൻ ചെയ്യുന്നു. അങ്ങനെ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളുടെ ആത്മാവിനെ എന്റെ രക്ഷാക്ഷിയും ഞാൻ ശരണായിരിക്കുന്നു. ആമേൻ. ഒരു ബൈബിൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഈ കുരിശിന്റെ വഴിയിൽ ഈ പീഡാനുഭവത്തിന്റെ ഈ സമയത്തെ ഓർത്ത് കർത്താവ് അനുഭവിച്ച ആ വേദനകള്, നമ്മുടെ ദുഃഖങ്ങള് ഈ കാരുണ്യ ഭവനത്തിലേക്ക് കടന്നു ആത്മാർത്ഥമായി ശ്രദ്ധിച്ച് പരിശുദ്ധാത്മ ശക്തിയിലേക്ക് അഭിഷേകം ചെയ്യപ്പെട്ട ഈ മണിക്കൂറിൽ ഈ ദേശത്തിന്റെ
നിശബ്ദതയാണ് കൂടുതൽ നിശബ്ദത എന്ന് വായിക്കുന്നത്. കാലൊരു നിശബ്ദതയുടെ ഈശോ നമ്മളെ നമുക്ക് നിശബ്ദതയായി ഒന്നുമില്ല. നമ്മളൊരു കാൽവരി അനുഭവത്തിലാണ് കപ്പേള മുതൽ ഇന്ന് വരെ നമ്മൾ കർത്താവീശ്വരയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യം എന്ന് ഇതൊരു വലിയ അതുകൊണ്ടാണ് കുരിശിൻ്റെ വഴിയുടെ ആദ്യത്തിൽ മൗനമുണ്ടാകുക. ഇതെല്ലാം അവൻ്റെ പ്രവൃത്തികളാണെന്ന് കണ്ടതുകൊണ്ട് ഞാൻ അവനും അവനും നഷ്ടങ്ങളുടെ ഒക്കെ മുമ്പേ ഇതെല്ലാം അവൻ്റെ പ്രവൃത്തിയാണെന്ന് കണ്ടതുകൊണ്ട് ഞാൻ മൗനം അവലംബിച്ചു വരുന്ന സങ്കീർത്തകൻ എല്ലാ മനുഷ്യരും വിട്ടു നിൽക്കുന്ന അവസാനം കുരിശിൻ്റെ കീഴിലാണ്. നമ്മൾ കുരിശിൻ്റെ തലയിൽ ജീവിക്കുന്നവരാണ്. ഒരുപാട് കുരിശുകൾ നമ്മുടെ മുകളിലുണ്ട്. എപ്പോഴാണല്ലോ തണലുണ്ടാവുക. ഒത്തിരിയൊക്കെ സങ്കടങ്ങൾ നമ്മുടെ തലയുടെ മുകളിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് തണലുണ്ടാകുക. അപ്പോൾ ഈ സങ്കടങ്ങളാകുന്ന വിഷമങ്ങളാകുന്ന സഹനങ്ങൾ ഈ നോമ്പുകാലം നമ്മുടെ വലിയ പുണ്യകാലമായിട്ട് ആചരിക്കുവാനായിട്ട്, ഈ നോമ്പുകാലം നമ്മുടെ വിശുദ്ധകാലമായിട്ട് ആചരിക്കാനായിട്ട് ഞങ്ങളെ അവിടെ നിന്ന് നയിക്കണമേ, ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ, ഞങ്ങളെ കൊത്തിയെടുക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമാപനത്തിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും ഈ എന്നേക്കും.